അസം സ്വദേശികളായ സദാം ഹുസൈൻ, അജിമുദ്ദീൻ, ഖൈറുൽ ഇസ്ലാം, മുക്കി റഹ്മാൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്നലെ രാത്രിയാണ് അസം സ്വദേശിനിയും ഭർത്താവും കുട്ടിയും ജോലി തേടി നെടുങ്കണ്ടത്തെത്തിയത്. തുടർന്ന് അസം സ്വദേശിയെ സദാം താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഒപ്പം സദാം ഇയാളുടെ മറ്റ് സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി. തുടർന്ന് ഇവരുടെ താമസ സ്ഥലത്തെത്തിയപ്പോൾ ഭർത്താവിനെയും കുട്ടിയെയും ഒരു മുറിയിൽ ഇരുത്തിയ ശേഷം യുവതിയെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. സദാമാണ് യുവതിയെ പീഡിപ്പിച്ചത്. ഒപ്പമുണ്ടായിരുന്ന അസം, അജിമുദ്ദീൻ, ഖൈറുൽ ഇസ്ലാം, മുക്കി റഹ്മാൻ, സദാം എന്നിവർ ലൈംഗികാതിക്രമം നടത്തുകയും ശാരീരികമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്നും യുവതി പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. സ്റ്റേഷനിൽ ഹാജരായി അവർക്ക് ആസാം സ്വദേശിനിയായ ഒരു ഭാര്യയും ഭർത്താവും അവർ ഇന്നലെ രാത്രി ജോലി അന്വേഷിച്ച് നെടുങ്കണ്ടത്തെത്തിയാണെന്ന് അറിയിച്ചു. തുടർന്ന് അവർ ഒരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയത്. ആ സുഹൃത്തിൻ്റെ താമസ സ്ഥലത്ത് രാത്രി 10 മണിയോടെ അവരെത്തുകയും തുടർന്ന് സുഹൃത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഏകദേശം രാത്രി 8 മണിയോടെ എത്തി. ഏകദേശം 10 മണിയായപ്പോഴത്തേനും സുഹൃത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ മദ്യവെച്ചതിന് ശേഷം ഇയാളെ ഭർത്താവിനെ മാറ്റൊരു മുറിയിലേക്കാക്കി ഒരാൾ ഭാര്യയെ ബലാത്സംഗം ചെയ്യുകയും മറ്റു 3 പേർ അവരോട് മോശമായിട്ട് ശാരീരികമായ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ നെടുങ്കണ്ടം ടൗണിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന യുവതിയെയും ഭർത്താവിനെയും കുട്ടിയെയും കണ്ട നാട്ടുകാർ വിവരം തിരക്കുകയും പോലീസിൽ അറിയിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. പോലീസ് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ബലാത്സംഗ വിവരം പുറത്തറിയുന്നത്. പിടിയിലായ പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. സി മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.